ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഗുരുവിന് ഗുരുദക്ഷിണ നൽകിയ ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതുകൂടാതെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിലെ ഒരു ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം അർത്ഥം സഹിതം വിവരിച്ചത്. കാണാത്ത എല്ലാവരും ഉണ്ടെങ്കിൽ അത് കാണണം. ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകം തന്നെയാണ് അത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വളരെയധികം പ്രയോജനപ്പെടും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം ഉദ്ധവ ദൂതാണ്. ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടി അവസാനം വരെ കേൾക്കണം. കാരണം വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗമാണ് ഇത്. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം. സത്യസന്ധനും ഭക്തനും ബൃഹസ്പതി ശിഷ്യനും രാജ്യനീതി നിപുണനും ഉത്തമനുമായ ഉദ്ധവനെന്ന യാദവ ശ്രേഷ്ഠൻ അക്കാലത്ത് കൃഷ്ണനാൽ നിയുക്തനായ ഒരു മന്ത്രിയായിരുന്നു. എല്ലാ രാജനീതികളും ധർമ്മശാസ്ത്രങ്ങളും ദേവാചാര്യനിൽ നിന്നും അദ്ദേഹം ഗ്രഹിച്ചിട്ടുണ്ട്. കൃഷ്ണനോട് ഇത്രയും കൂറുമുള്ള ഒരു ഭക്തനും വേറെ ഇല്ലായിരുന്നു. ഭക്തനായ ഉദ്ധവരെ ഗോപസ്ത്രീകളുടെ കൃഷ്ണഭക്തി ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് മായാവല്ലഭന് ഒരു മോഹമുദിച്ചു. അതിനുവേണ്ടി ആ ഭക്തനെ ഒരു ദൂതനായി ഗോകുലത്തിലേക്ക് അയക്കുവാൻ ഭഗവാൻ തീരുമാനിക്കുന്നു. ഗോപികളുടെ ദുഃഖം ശമിപ്പിക്കുകയും ഉദ്ധവരുടെ ഭക്തി വർദ്ധിപ്പിക്കുകയും ഇങ്ങനെ 2 കാര്യങ്ങളാണ് ആ ദൗത്യം കൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചത്. ഒരു ദിവസം ഉദ്ധവരെ വിളിച്ചു വരുത്തി ഉത്തമ പുരുഷൻ ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ ഭക്തോത്തമനായ ഉദ്ധവ മഹാശയ, ഒരു ദൂതനായി അങ്ങയെ അയക്കുന്നത് നീതിയല്ല എന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് വേണ്ടി ഒരു സന്ദേശവാഹകനായി അങ്ങ് വൃന്ദാവന ഗോകുലം വരെ ഒന്ന് പോകണം. ഗോകുലത്തിൽ ചെന്ന് എൻ്റെ അമ്മയും അച്ഛനും എന്നുള്ള സങ്കല്പത്തോടുകൂടി എന്നെ ലാളിച്ചു വളർത്തിയ യശോദ നന്ദഗോപന്മാരെ കണ്ട് എൻ്റെ സന്ദേശം ധരിപ്പിച്ച് അവരെ സമാധാനിപ്പിക്കണം. അവർ എന്നെ ഓർത്ത് സദാ ദുഃഖിതരായി കഴിയുകയാണ്. എൻ്റെ സാക്ഷാൽ മാതാപിതാക്കൾ വേറെയായ സ്ഥിതിക്ക് അച്ഛനമ്മമാരെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാനും അവർക്ക് കഴിയുകയില്ല. ഞാൻ ഉടനെ തന്നെ അവരെ എല്ലാം കണ്ട് സന്തോഷിപ്പിച്ചു കൊള്ളാമെന്നും അമ്മയുടെ കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ടെന്നും മറ്റും പറഞ്ഞ് അങ്ങ് അവരെ സമാധാനിപ്പിക്കണം. അതുപോലെ എന്നെ ജീവനു തുല്യം സ്നേഹിക്കുന്ന ആ ഗോപികളെയും തത്വോപദേശം നൽകി അങ്ങ് ആശ്വസിപ്പിക്കണം. സ്വന്തം മാതാപിതാക്കളെയും ഭർത്താക്കന്മാരെയും കുട്ടികളെയും കാൾ അവർ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ വേണുനാദം കേട്ടാൽ പിന്നെ അവർ വീട്ടിലിരിക്കാറില്ല. ഓടി എൻ്റെ അടുക്കൽ വരും. ഭക്തി നിർഭരമായ നിർവ്യാജ പ്രേമത്തിൻ്റെ പ്രേരണയാണത്. എന്നെ ഓർത്ത് അവരും കരയുന്നുണ്ടാകും. തത്വോപദേശങ്ങൾ നൽകി അങ്ങ് അവരെ സമാശ്വസിപ്പിക്കണം. കാളിന്തിയെയും വൃന്ദാവനത്തിനെയും എനിക്ക് മറക്കുവാൻ കഴിയില്ല. അതങ്ങ് ധരിപ്പിക്കണം. മംഗളശീലനായ ഉദ്ധവർ മംഗളരൂപനായ ഭഗവാനെ വണങ്ങി രഥത്തിൽ കയറി ഗോകുലത്തിലേക്ക് യാത്ര തിരിച്ചു. സന്ധ്യയോടുകൂടി അദ്ദേഹം നന്ദഗോപഗൃഹത്തിനടുത്തെത്തി. ഗോവൃന്ദങ്ങളെയും കൊണ്ട് ഗോപബാലന്മാർ കാനനത്തിൽ നിന്നും വരുന്നു. മുറതെറ്റി പശുക്കൾ വെകിളി പിടിച്ച് ഓടുന്നത് കണ്ട് അവർ പറയുന്നു: എടോ, നമ്മുടെ കൃഷ്ണനുണ്ടായിരുന്നുവെങ്കിൽ ഈ കന്നുകാലികൾ ഇങ്ങനെ വെകിളി പിടിച്ചോടുമോ? ആ ഓടക്കുഴൽ വിളി കേട്ടാൽ മതിയല്ലോ. ഇനി
അവൻ നമ്മുടെ അടുക്കൽ വരുമോ? നമ്മളെ ഇട്ടേച്ച് അവൻ പോയി കളഞ്ഞല്ലോ. അവൻ വരും. നമുക്കെല്ലാവർക്കും കൂടി ഉച്ചത്തിലൊന്ന് വിളിച്ചു നോക്കാം. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഒരു കൂട്ട ശരണം പോലെ എല്ലാവരും കൂടി വിളിച്ചു. ഉദ്ധവർ അതു കേട്ടു. ആ ബാലന്മാരുടെ കൃഷ്ണഭക്തി കണ്ട് അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. നേരം സന്ധ്യ മയങ്ങി തുടങ്ങി. ഗോപകുമാരികൾ കിലുങ്ങുന്ന വളകളണിഞ്ഞ കൈകളിൽ ദീപങ്ങളുമായി അവരവരുടെ ഗൃഹങ്ങളുടെ മുമ്പിൽ വന്നു. ആരാധിച്ചു തൊഴുത് കൃഷ്ണനാമം ജപിക്കുന്നു. ഇരുട്ടാൻ തുടങ്ങിയതോടുകൂടി ആ ഗോപവാടം മുഴുവനും നെയ്വിളക്കുകളാൽ പ്രശോഭിതമായി. പരിമളധൂപങ്ങളും കർണാനന്ദകരമായ കൃഷ്ണനാമ സങ്കീർത്തനങ്ങളും ഗോപനാരികളുടെ ശുദ്ധ നിർമ്മലമായ വേഷവിധാനങ്ങളും അവരുടെ ഭക്തി പ്രകടനങ്ങളും ഗോപന്മാരുടെ സന്തോഷ ഭാവങ്ങളും തൊഴുത്തുകൾ നിറയെ നിൽക്കുന്ന ഗോക്കളുടെ കരച്ചിലുകളും ഇടയ്ക്കിടെ കൃഷ്ണൻ്റെ അത്ഭുത ലീലകളെക്കുറിച്ചുള്ള അവരുടെ വർണ്ണനകളും എല്ലാം കൂടി ചേർന്ന ആ ഗോകുലം സ്വർഗത്തേക്കാൾ പരിപാവനമായി ഉദ്ധവർക്ക് തോന്നി. അതെ, ഭഗവാൻ തിരുനടനം ചെയ്ത് വിളയാടിയ ആ പുണ്യഭൂമി സ്വർഗം തന്നെയായിരുന്നു. രഥത്തിൽ നിന്നും ഇറങ്ങിയ ഉദ്ധവരെ കണ്ട് ആശ്ചര്യത്തോടുകൂടി നന്ദഗോപർ ബഹുമാനപൂർവം ആദരിച്ച് എതിരേറ്റ് മഞ്ചത്തിൽ കൊണ്ടുവന്നിരുത്തി. നേരത്തെ തന്നെ നന്ദന് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു. ഭോജ്യപാനീയങ്ങൾ നൽകി ക്ഷീണം ശമിപ്പിച്ചതിനു ശേഷം നന്ദഗോപർ വിനയപുരസ്സരം ചോദിച്ചു, അല്ലയോ ഉദ്ധവരെ, ഞങ്ങളുടെ ആരോമൽ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്? വല്ല ദുഃഖവും അവനെ അലട്ടുന്നുണ്ടോ? ദേഹം നന്നായിരിക്കുന്നുവോ? പാവം കൊച്ചുകുട്ടിയല്ലേ. എന്നിട്ടും രാജ്യഭരണകാര്യങ്ങളിൽ അവന് തലയിടേണ്ടി വരുന്നത് എന്തൊരു ദുഷ്ടത്തരം തന്നെയാണ്. എന്നോടുകൂടി കഴിയേണ്ട എൻ്റെ പൊന്നുമകൻ ഇപ്പോൾ എവിടെ? ദൈവമേ, ഈ വാർദ്ധക്യകാലത്ത് പുത്രദുഃഖം ഞാൻ അനുഭവിക്കേണ്ടി വരുന്നല്ലോ. എന്നെയും യശോദയെയും കൂട്ടുകാരായ ഗോപബാലന്മാരെയും പാട്ടുപാടി നൃത്തം ചെയ്ത് അവനെ രസിപ്പിച്ചു കൊണ്ടിരുന്ന ഗോപികളെയും ഈ ഗോകുലത്തെയും ഗോവൃന്ദങ്ങളെയും വൃന്ദാവനത്തെയും കാളിന്തിയെയും ഗോവർദ്ധന പർവ്വതത്തെയുമെല്ലാം എൻ്റെ പൊന്നുമകൻ ഓമനക്കണ്ണൻ മറന്നു കളഞ്ഞല്ലോ. ഞങ്ങളെ കാണാനായി ഉണ്ണി ഇങ്ങോട്ട് വരികയില്ലേ? പീലി തിരുമുടിയും കെട്ടി മഞ്ഞ പട്ടുടയാടയും ചാർത്തി ഓടക്കുഴൽ ഊതിക്കൊണ്ട് വരുന്ന എൻ്റെ കണ്ണനെ ഞങ്ങൾക്കിനി എന്നു കാണാൻ കഴിയും? എത്രയെത്ര ആപത്തുകൾ വന്നെടുത്തു. എൻ്റെ ഉണ്ണി തന്നെ അതെല്ലാം തടുത്തു. ഗർഗമുനി പറഞ്ഞതുപോലെ രാമകൃഷ്ണന്മാർ ഈശ്വരൻ തന്നെയാണ്. കാളിയനെ മർദ്ദിച്ചതും ഗോവർദ്ധനം പൊക്കിയതും പൂതനാദികളെ വധിച്ചതും 10,000 ആനയുടെ ശക്തിയുള്ള കംസനെ വധിച്ചതുമെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ പൊന്നുണ്ണി ദൈവം തന്നെയാണ്. ഓമനയായ രാമനും അവിടെ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്? അവൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉള്ളതുകൊണ്ട് അവന് ദുഃഖത്തിന് വഴിയില്ല. നന്ദൻ പറയുന്നത് കേട്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് യശോദാമാതാവ് വാതിലിനു പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ മനസ്സിൽ വിഷമം വർദ്ധിച്ചപ്പോൾ അവൾ നേരെ വന്ന് ഉദ്ധവരോട് ഇപ്രകാരം ചോദിച്ചു, മഹാത്മൻ, എൻ്റെ കുഞ്ഞിന് ഇഷ്ടം പോലെ പാലും വെണ്ണയും കൊടുക്കുവാൻ അവിടെ ആരുണ്ട്? അവിടെ അവൻ്റെ അമ്മ വിചാരിച്ചാൽ
എന്നെപ്പോലെ പാലും വെണ്ണയും കൊടുക്കുവാൻ അവർക്ക് കഴിയുമോ? പശുപാലനമല്ലല്ലോ അവരുടെ തൊഴിൽ. വെണ്ണയും പാലും എത്ര കഴിച്ചാലും തൃപ്തി വരാതെ പിന്നെയും ഗോപികളുടെ വീടുകളിൽ കയറി കട്ടു തിന്നുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞ്. ഈശ്വര, പശുവിനെ കറക്കുമ്പോൾ കാലും പിണച്ച് പാൽപാത്രവുമായി നിൽക്കുന്ന എൻ്റെ കുഞ്ഞ്, എൻ്റെ പൊന്നോമന കൺമണി, അവനെ ഞാനിനി എന്ന് കാണും? മണ്ണു തിന്നെന്ന് പറഞ്ഞ് പിള്ളാര് പറഞ്ഞത് കേട്ട് ഞാൻ അവൻ്റെ വായ പൊളിപ്പിച്ചു നോക്കിയപ്പോൾ എന്തെല്ലാമാണ് അവൻ ആ വായിൽ കാണിച്ച് എന്നെ പേടിപ്പിച്ചത്. യശോദ നന്ദഗോപന്മാർക്ക് കൃഷ്ണനോടുള്ള വാത്സല്യം കണ്ട് ഉദ്ധവർ ഇരുന്ന് കരഞ്ഞുപോയി. യശോദ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു മാതാവിൻ്റെ സർവ്വ ചുമതലയും ആ മഹതി നിർവഹിച്ചു. എന്നിട്ടും ഭഗവാൻ അമ്മയെ ഒന്ന് കാണുവാൻ ആഗ്രഹം തോന്നുന്നില്ലല്ലോ. മായയ്ക്ക് അതീതനായ അദ്ദേഹത്തിന് മായ ഇല്ലാതിരിക്കാം. ഇങ്ങനെ വിചാരിച്ച് ആ യാദവ ശ്രേഷ്ഠൻ അവരെ സമാധാനപ്പെടുത്തി. ലോകരക്ഷകനായ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് കൃഷ്ണൻ. അദ്ദേഹത്തെ പുത്രനായി പരിലാളിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച നിങ്ങൾ ജീവൻ മുക്തരായി തീർന്നിരിക്കുന്നു. കൃഷ്ണൻ ആരുടെയും മകനല്ല, പ്രസ്തുത സമസ്ത ലോകങ്ങളുടെയും ആദികാരണ പുരുഷനാണ് അദ്ദേഹം. ആ തത്വം ആലോചിച്ചാൽ നിങ്ങളുടെ ദുഃഖം താനെ അകന്നുകൊള്ളും. അദ്ദേഹം എപ്പോഴും നിങ്ങളുടെ സമീപത്തുണ്ട്. പക്ഷേ മായ കൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ യശോദ കയറി പറഞ്ഞു, ഇല്ല മഹാത്മൻ, ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ മഞ്ഞത്തുകിലും കാലിക്കോലും എടുത്തു നോക്കും. പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ പൊന്നുമകൻ അരികിൽ നിൽക്കുന്നതായി ഞാൻ കാണും. ഉടനെ തന്നെ അവൻ ഓടി മറഞ്ഞു കളയും. ഇത് കേട്ടപ്പോൾ ഉദ്ധവർ പറഞ്ഞു, ഒട്ടും സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ പൊന്നോമന മകൻ കൃഷ്ണൻ താമസിയാതെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് സന്തോഷിപ്പിക്കുമെന്ന് ഇവിടെ ധരിപ്പിക്കുവാൻ പ്രത്യേകം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഉപനയനവും ഗുരുകുലവാസവും കഴിഞ്ഞു. അതും നിങ്ങളെ ധരിപ്പിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൺമണിയുടെ പൂണുനൂൽ കല്യാണവും വിദ്യാഭ്യാസവും ഇത്ര വേഗം കഴിഞ്ഞുവോ? ആ നീല കായാമ്പൂ നിറമൊത്ത ശരീരത്തിൽ വെള്ള പൂണുനൂൽ അണിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതൊന്ന് കണ്ടാനന്ദിക്കുവാൻ എൻ്റെ കണ്ണുകൾ കൊതിക്കുന്നു. വിദ്യാഭ്യാസവും കഴിഞ്ഞുവോ? അവൻ എന്തെല്ലാം പഠിച്ചു? ആരായിരുന്നു ഗുരുനാഥൻ? ദുഃഖം മറന്ന് സന്തോഷത്തോടുകൂടി ആ മാതാവ് ഇങ്ങനെ ചോദിച്ചു. ഉദ്ധവൻ മറുപടി നൽകി, സർവവും അറിഞ്ഞിരിക്കുന്നവന് പ്രത്യേകമൊന്നും പഠിക്കാനില്ലെങ്കിലും എല്ലാം പഠിച്ചു. സാന്ദീപനി എന്ന ഒരു മുനിയാണ് ഗുരു. ഗുരുദക്ഷിണയായി അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ പുത്രനെ പ്രേതലോകത്തു പോയി കൊണ്ടുവന്ന് കൊടുത്തു. ഇങ്ങനെ കൃഷ്ണനെക്കുറിച്ച് പലതും സംസാരിച്ചുകൊണ്ട് നിദ്ര വെടിഞ്ഞ് അവർ ആ രാത്രി കഴിച്ചുകൂട്ടി. അരുണോദയത്തിനു മുമ്പ് തന്നെ ഉദ്ധവർ സ്നാനാദി നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് നന്ദഗൃഹത്തിൽ തിരിച്ചു വന്നു. അപ്പോഴേക്ക് നേരവും വെളുത്തു. ഗോപികൾ പ്രഭാത സ്നാനത്തിനായി പുറപ്പെട്ട സമയം. കൊടിക്കൂറയോടുകൂടിയ ഒരു തേര് പുറത്തു കിടക്കുന്നത് കണ്ട് എല്ലാവരും ഒന്നിച്ചുകൂടി അതാരുടേതാണെന്ന് അന്വേഷിച്ചു. പണ്ട് അക്രൂരൻ വന്ന രഥം പോലെയുള്ള ഒന്നാണല്ലോ ഇത്. മധുരയിൽ നിന്നും നമ്മുടെ കണ്ണൻ തിരിച്ചു വന്നതായിരിക്കുമോ എന്നിങ്ങനെയുള്ള സന്ദേഹ ചിന്തകളോടുകൂടി ഗോപികൾ പരസ്പരം നോക്കി. നന്ദഗൃഹത്തിലിരിക്കുന്ന അതിഥിയെ അവർ കണ്ടു. അന്വേഷണത്തിൽ ശ്രീകൃഷ്ണ സന്ദേശവും കൊണ്ട് മധുരയിൽ നിന്നും വന്ന
യാദവ മന്ത്രിയായ ഉദ്ധവനാണ് ഇരിക്കുന്നതെന്ന് അവർ ഗ്രഹിച്ചു. ആ ബന്ധുരാംഗികൾ സന്താപഹൃദയരായി തൊഴുതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് സ്ത്രീ സഹജമായ നാണത്തോടും വണക്കത്തോടും കൂടി ഇങ്ങനെ പറഞ്ഞു: അവിടുന്ന് ഞങ്ങളുടെ ആനന്ദമൂർത്തിയായ മുകുന്ദൻ്റെ ദൂതനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഗോകുലത്തിൽ അദ്ദേഹത്തിനു മാതാപിതാക്കളെ മാത്രമേ സമാധാനിപ്പിക്കാനുള്ളൂ എങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഭക്തകളായ ഞങ്ങളുടെ കാര്യം ഭക്തവത്സലൻ മറന്നു കളഞ്ഞു. ഞങ്ങളെ അദ്ദേഹം എന്തിനോർമ്മിക്കുന്നു? ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരുമല്ല, വെറും ദാസികൾ. ഭർത്താക്കന്മാരെയും അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം മറന്ന് അദ്ദേഹത്തിൻ്റെ വേണുഗാനം കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് മഴക്കാറ് കണ്ട മയിൽപേടകളെ പോലെ നൃത്തം ചെയ്ത് ആ പുണ്യവിഗ്രഹത്തെ പലവിധ ലീലകളാടി രസിപ്പിച്ച് ആരാധിച്ച ഞങ്ങളെ അദ്ദേഹം വെടിഞ്ഞു, മറന്നു. പ്രഭോ, അങ്ങ് കേൾക്കണം. ഞങ്ങൾ ഞങ്ങളുടെ മാത്രമായിരുന്ന ആ കണ്ണനെ വാത്സല്യ ഭക്തിയോടെ പ്രേമിച്ചു. ആ ഭക്തിയിൽ കൂടി ഞങ്ങൾ അദ്ദേഹവുമായി രമിച്ചു, രതിസുഖം അനുഭവിച്ചു. പക്ഷേ അത് ശൃംഗാരമായിരുന്നില്ല. അങ്ങ് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹവുമായി ശൃംഗാരവേഴ്ചയ്ക്ക് ആഗ്രഹിച്ചവരല്ല ഞങ്ങൾ. കൗമാരം വിടാത്ത ഒരു ചെറുബാലനുമായി ശൃംഗാരലീലകൾ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഭ്രാന്തികളല്ലേ? ഞങ്ങൾക്ക് ആ ഭ്രാന്തുണ്ടായിരുന്നില്ല. ഭക്തിയായിരുന്നു ഞങ്ങളുടെ പ്രേമം. അദ്ദേഹം ഞങ്ങളുടെ മാന്തളർ മനസ്സിനെ സ്നേഹത്തിൻ്റെ പനിനീർ തളിച്ച് പുളകം കൊള്ളിച്ചു. ആ പുളകത്തിൻ്റെ കുളിർമ പെട്ടെന്ന് വിരഹത്തിൻ്റെ അഗ്നിയായി മാറി. ഞങ്ങളെ വിട്ട് അദ്ദേഹം അകന്നുപോയി. അങ്ങ് ഞങ്ങളുടെ ആരാധനാമൂർത്തിയായ ആ താമരക്കണ്ണൻ്റെ ദൂതനാണ്. ഞങ്ങളൊരു സത്യം പറയുന്നു, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെ കൃഷ്ണൻ ഞങ്ങളെ മറന്നുവെങ്കിലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ശ്യാമസുന്ദരമായ കമനീയ രൂപം ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ സദാ നിഴലിച്ചുകൊണ്ടേയിരിക്കും. ഭക്തിയുടെ പരിമളം നിറഞ്ഞ പൂമാല്യം ചാർത്തി ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കും. എങ്കിലും പ്രാണനു തുല്യം സ്നേഹിച്ചുകൊണ്ടിരുന്ന ഈ ഗോപികളെ ആ സുന്ദരൻ, ആ മന്മഥ സുന്ദരൻ മറന്നു കളഞ്ഞല്ലോ. അദ്ദേഹം മായയില്ലാത്തവനാണോ? പ്രഭോ, ഈ ഗോപികൾ ഗണികകളല്ല, വേശ്യകളല്ല. കൃഷ്ണനിൽ മാത്രം മനസ്സുകൊണ്ട് പാതിവൃത്യമനുഷ്ഠിക്കുന്ന ഭഗവത് ഭക്തകളാണ് ഞങ്ങൾ. കൃഷ്ണൻ ഞങ്ങളെ വന്നു കണ്ടില്ലെങ്കിലും ഞങ്ങളെന്നും ആ കമലനേത്രനെ കാണുന്നുണ്ട്, ആ ഓടക്കുഴൽ നാദം കേൾക്കുന്നുണ്ട്. എന്നും കണ്ണന് ഞങ്ങൾ വെണ്ണ നിവേദിക്കുന്നുണ്ട്. അമ്പാടിയും ഗോകുലവും ഗോപസ്ത്രീകളും വൃന്ദാവനവും കാളിന്തിയും ഗോവർദ്ധനവും രാസക്രീഡയും മനോമോഹന മുരളീഗാനവും ചേർന്നുള്ള കഥയാണ് യഥാർത്ഥ ശ്രീകൃഷ്ണ കഥാമൃതമെന്ന് ഞങ്ങൾ പറഞ്ഞതായി അങ്ങ് ഭഗവാനെ അറിയിക്കണം. അദ്ദേഹം വിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിൽ ആ വിഷ്ണു ഭക്തകളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തപ്രിയനല്ല. തന്നെ കാമിച്ചു വന്ന രാവണ ഭഗിനിയെ അദ്ദേഹം അനുജനെ കൊണ്ട് വിരൂപിണിയാക്കി. ഞങ്ങളെയും കൃഷ്ണൻ അതുപോലെ ക്ഷതഹൃദയകളാക്കി ത്യജിച്ചു. ഭക്തനായ ബാലിയെ ഒളിയം പെയ്ത് അദ്ദേഹം കൊന്നു. ഭക്തയായ ധർമ്മപത്നിയെ ഗർഭിണിയായിരിക്കുമ്പോൾ അദ്ദേഹം കാനനത്തിൽ ഉപേക്ഷിച്ചു. മാതാവായ രേണുകയെ വധിച്ചു. ഭക്തോത്തമനായ മഹാബലിയെ പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തി. 10 മാസം ചുമന്നു പെറ്റ മാതാവിനെ 10 വയസ്സ് വരെ തിരിഞ്ഞു നോക്കിയില്ല. ആ കഥകളെല്ലാം ഓർക്കുമ്പോൾ കൃഷ്ണൻ
ഭക്തകളായ ഞങ്ങളോട് ഈ വിധം കാണിച്ചതിന് യാതൊരു അത്ഭുതവുമില്ല. എല്ലാം വിഷ്ണുമായ വിലാസങ്ങളായിരിക്കാം. അല്പജ്ഞാനികളായ ഞങ്ങൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. ഇനിയും അങ്ങേക്ക് ഒരു കഥ കേൾക്കണോ? ഇവിടെ നിന്നും അക്രൂരൻ്റെ രഥത്തിൽ അദ്ദേഹം മധുരാപുരിക്ക് തിരിച്ചപ്പോൾ ഈ ഭക്തകൾ അദ്ദേഹത്തിൻ്റെ പുറകെ ചെന്നിട്ട് സ്നേഹമേറിയ ഒരു വാക്കുപോലും അദ്ദേഹം ഉച്ചരിച്ചില്ല. ജ്യേഷ്ഠനും അനുജനും കൂടി പുഞ്ചിരിച്ചുകൊണ്ട് രഥത്തിൽ ഇരുന്നതേ ഉള്ളൂ. ആ മായാമയൻ അന്നു തന്നെ ഈ പാവപ്പെട്ട ഗോപികളെയെല്ലാം മറന്നു കഴിഞ്ഞിരുന്നു. ഈ വിധം ഭക്തി നൈരാശ്യത്തോടും വിതുമ്പുന്ന ഹൃദയത്തോടും വിസ്തൃതമായ പ്രേമത്തിൻ്റെ വിരഹത്തോടും കൂടിയ ഗോപനാരികളുടെ സങ്കടങ്ങൾ കേട്ട് ഉദ്ധവർ സ്തംഭിച്ച് ഇരുന്നു പോയി. ഭഗവാനെ, ഇങ്ങനെയും കൃഷ്ണഭക്തിയുണ്ടോ എന്ന് അത്ഭുതത്തോടു കൂടി അദ്ദേഹം വിചാരിച്ചു. ഒടുവിൽ അദ്ദേഹം അവരെ സമാധാനപ്പെടുത്തി. പുണ്യവതികളായ ഭക്തകളെ, നിങ്ങളെ ഞാൻ പുണ്യവതികളെന്ന് വിളിച്ച് അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളോളം കൃഷ്ണഭക്തിയുള്ളവർ ഈ ഭൂമണ്ഡലത്തിൽ വേറെ ആരുമില്ല. അതുമൂലം നിങ്ങൾ പുണ്യവതികളും പാവനാംഗികളും ആയിത്തീർന്നിരിക്കുന്നു. നിങ്ങളുടെ കൃഷ്ണൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതിന് യാതൊരു സന്ദേഹവുമില്ല. ഭഗവാൻ ഗോപികാരമണനാണ്. അത് നിങ്ങൾ ധരിക്കണം. നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അദ്ദേഹം വരാതിരിക്കുന്നത്. അക്രൂരൻ്റെ രഥത്തിൽ കയറി ഇരുന്നപ്പോഴും അദ്ദേഹം മിണ്ടാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങളെ വിട്ടുപിരിയുന്നതു മൂലമുണ്ടായ സങ്കടം കൊണ്ടാണ്. കംസവധത്തിനു ശേഷം യദുവംശത്തിൻ്റെ നിലനിൽപ്പിന് പലതും അദ്ദേഹത്തിന് അവിടെ ചെയ്യാനുണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വരും. വന്ന് നിങ്ങളെ എല്ലാവരെയും ആനന്ദിപ്പിക്കും. അദ്ദേഹം ആനന്ദമൂർത്തിയും അഭിലാഷദായകനുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് നിങ്ങൾക്ക് അദ്ദേഹം സാധിച്ചു തരും. നിങ്ങൾക്ക് ഉള്ള ഒരു സന്ദേശം നിങ്ങളെ ധരിപ്പിക്കുവാൻ അദ്ദേഹം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ സന്ദേശം ഇപ്രകാരമാണ്, കേട്ടാലും. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപസുന്ദരികളെ, നിങ്ങൾ ഒരിക്കലും എന്നെയോർത്ത് സങ്കടപ്പെടരുത്. സദാസമയവും ഞാൻ നിങ്ങളെ സ്മരിക്കുന്നു. എൻ്റെ മനസ്സിൽ സദാ കളിയാടുന്നത് നിങ്ങളുടെ നിഷ്കളങ്കമായ മുഖങ്ങളാണ്. സദാസമയവും എൻ്റെ കർണങ്ങളിൽ മുഴങ്ങുന്നത് നിങ്ങളുടെ സംഭാഷണങ്ങളാണ്. നാം ഒന്നിച്ചു നടത്തിയ രാസക്രീഡയെ എനിക്ക് മറക്കുവാൻ സാധിക്കുമോ? വൃന്ദാവനത്തെയും കാളിന്തിയെയും ഗോപസ്ത്രീകളെയും മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. എൻ്റെ ഓടക്കുഴലിന്ന് മൂകമാണ്. നിങ്ങൾക്ക് മാനസാനന്ദം വളർത്തുവാനാണ് ഞാൻ മുരളീനാദം ഉതിർത്തുകൊണ്ടിരുന്നത് എന്ന് വൃന്ദാവനത്തിൽ വന്ന് ഗോപാംഗനകളുമായി വിഹരിക്കുന്നുവോ അന്നു മാത്രമായിരിക്കും എൻ്റെ ഓടക്കുഴലെടുത്ത് ഞാൻ ഊതുന്നത്. ഞാൻ ഉടനെ തന്നെ വന്ന് നിങ്ങളെ എല്ലാവരെയും കണ്ട് ആനന്ദിപ്പിച്ചു കൊള്ളാം. ഞാൻ ഉടനെ വരാത്തതിൻ്റെ കാരണം ഉദ്ധവർ നിങ്ങളെ ധരിപ്പിക്കും. എന്നോട് പരിഭവം തോന്നരുത്. നിങ്ങൾ എനിക്ക് മാപ്പു തരണം എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം കൃഷ്ണൻ. ഇതാണ് സന്ദേശം. നിങ്ങൾ സന്തോഷമായി പോവുക. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃഷ്ണനെ ഞാൻ ധരിപ്പിക്കാം. ഈ അവസരത്തിൽ ഒരു പരമാർത്ഥം കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നും അവനെന്നും ഇവനെന്നും നീയെന്നും ഇങ്ങനെ ഭേദങ്ങൾ തോന്നുന്നത് വെറും മിഥ്യയാണ്.
എല്ലാം മായയാണ്. മായ അകലുമ്പോൾ രണ്ടെന്നുള്ള ഭാവം മാറുന്നു. അപ്പോൾ ഞാനുമില്ല, നീയുമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. മായ കൊണ്ട് പലതായി നാം കാണുന്നു. ഒരു വസ്തു കണ്ണാടിയിൽ പ്രതിബിംബിക്കുമ്പോൾ രണ്ടായി തോന്നപ്പെടുന്നു. കണ്ണാടി അകലുമ്പോൾ വീണ്ടും അത് ഒന്നാകുന്നു. അതുപോലെ മായയാകുന്ന കണ്ണാടി അകലുമ്പോഴെല്ലാം ഒന്നായി തന്നെ തീരുന്നു. ആയതിനാൽ നിങ്ങളും കൃഷ്ണനും ഒന്നിൻ്റെ ഭേദങ്ങളാണെന്ന് ധരിച്ചുകൊള്ളുക. ഗോപികളായത് കൃഷ്ണൻ, കൃഷ്ണനായത് ഗോപികൾ. കൃഷ്ണനിൽ എപ്പോഴും ഗോപികളുണ്ട്, ഗോപികളിൽ എപ്പോഴും കൃഷ്ണനുമുണ്ട്. ഇങ്ങനെ പല തത്വോപദേശങ്ങളും പറഞ്ഞ് ഉദ്ധവർ ആ ഗോപികമാരുടെ ചിത്തസന്താപം ലഘുപ്പെടുത്തി. അതോടുകൂടി കൃഷ്ണവിരഹം സഹിക്കുവാനുള്ള ശക്തിയും തൻ്റെടവും അവരിൽ വളർന്നു. മാദകമായ വികാരം കൊണ്ട് ഒന്നും സാധിക്കാനില്ല എന്ന് ആ ഗോപികൾക്ക് മനസ്സിലായി. ഉദ്ധവരുടെ ഉപദേശത്തോടു കൂടി ആ ഗോപസ്ത്രീകളുടെ ഹൃദയവേദന അകന്ന്, ഹൃദയത്തിലെ ഇരുട്ട് അകന്ന് അവിടെ ജ്ഞാനസൂര്യോദയം വിളങ്ങി. അവർ പൂർവാധികം പുണ്യവതികളും ഭക്തകളുമായി തീർന്നു. ബുദ്ധിഗുണമോ ശാസ്ത്രജ്ഞാനമോ ഗുരു ഉപദേശങ്ങളോ വേദവിജ്ഞാനങ്ങളോ കർമ്മജ്ഞാന യോഗസിദ്ധികളോ യാതൊന്നുമില്ലാത്ത ഈ ഗോപസ്ത്രീകൾക്ക് ഇത്രയും ഭക്തി വർദ്ധിച്ചത് എത്രയോ അത്ഭുതകരമാണ്. രതിലീലയുടെ വേഷത്തിൽ രാസക്രീഡയാടിയ ഗോപികൾക്ക് അവർ അറിയാതെ തന്നെ ഭക്തിയുടെ ആനന്ദ നിർഭരമായ ഒരു ഉണർവ് ഉണ്ടായി. അതെല്ലാം ഓർത്തപ്പോൾ ഉദ്ധവർ അത്ഭുതപ്പെട്ടു. കൃഷ്ണന്റെ ദൂതൻ എന്നുള്ള നിലയിൽ സന്തോഷമതിയായി അദ്ദേഹം എല്ലാവരോടും യാത്ര പറയാൻ തുടങ്ങിയ സമയം തൂമണം വിതറുന്ന പ്രഭാത മലരുകൾ കോർത്തുണ്ടാക്കിയ ഏതാനും മാല്യങ്ങൾ കൊണ്ടുവന്ന് ഇത് ഞങ്ങളുടെ എളിയ ഉപഹാരമായി കണ്ണൻ്റെ കഴുത്തിൽ അങ്ങ് അണിയിക്കണം എന്നു പറഞ്ഞ് ഗോപികൾ ആ പുഷ്പഹാരങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പോൾ യശോദാമാതാവ് അടച്ചു വായ് മൂടിക്കെട്ടിയ ഒരു വെള്ളിപ്പാത്രം ഉദ്ധവരുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങ് മറ്റൊന്നും വിചാരിക്കരുത്. എൻ്റെ പൊന്നോമന തങ്കക്കുടത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പുതുവെണ്ണയാണിത്. ഇത് അവന് കൊടുക്കുമ്പോൾ അവൻ്റെ കോമള ചുണ്ടുകളിൽ ഉദിക്കുന്ന മൃദുപുഞ്ചിരി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കണ്ട് ആനന്ദിക്കണം. നന്ദഗോപർ ഒരു പൊതി കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, പ്രഭോ, ഇത് എൻ്റെ മകന് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞപ്പട്ടാണ്. അവൻ അതെടുക്കാതെയാണ് പോയത്. അച്ഛൻ്റെ വകയാണെന്ന് പറഞ്ഞ് ഇതവന് കൊടുക്കണം. കൊടുത്താൽ മാത്രം പോരാ, ഇത് അവനെ ഉടുപ്പിച്ച് അങ്ങ് ഭംഗി കാണണം. ഗോപാലന്മാരുടെ വകയായി ഏതാനും മാല്യങ്ങൾ അവരും കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഗോപന്മാർ കുറെ മധുര പലഹാരങ്ങളും തങ്ങളുടെ ഉണ്ണിക്കണ്ണന് തിന്നുവാനായി ഉദ്ധവരുടെ കയ്യിൽ കൊടുത്തു. ഭക്തിയുടെ പാലാഴിയിൽ നിന്നും കരയ്ക്കു കയറുന്നവനെന്നതുപോലെ ആ യാദവശ്രേഷ്ഠൻ തന്നെ ഏൽപ്പിച്ച ഉപഹാരങ്ങളോടും കൂടി രഥത്തിൽ വന്നു കയറി. എവിടെയും കരയുന്ന കണ്ണുകൾ, വിതുമ്പുന്ന ചുണ്ടുകൾ. ധീരോത്തമനായ ഉദ്ധവരുടെ നയനങ്ങളും ബാഷ്പബദ്ധങ്ങളായി. എല്ലാവരോടും മധുരവാക്കുകൾ ചൊല്ലി അദ്ദേഹം യാത്ര തിരിച്ചു. സന്ധ്യയോടുകൂടി അദ്ദേഹം മധുരയിൽ എത്തി. ഉദ്ധവന്റെ രഥം കണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അമ്പാടിക്കണ്ണൻ ഓടി വന്ന് ഗോകുലത്തിൽ എന്തുണ്ട് വിശേഷം എന്ന് ഉത്കണ്ഠയോടെ ചോദിച്ചു. സർവ വിവരങ്ങളും
ഉദ്ധവർ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. അനന്തരം ഉപഹാരങ്ങളും തൃക്കൈകളിൽ ഏൽപ്പിച്ചു. ഗോപികളുടെ മാല്യങ്ങൾ അപ്പോൾ തന്നെ ഗോപകുമാരൻ തൻ്റെ ഗളത്തിലണിഞ്ഞു. യശോദ കൊടുത്തയച്ച വെള്ളിപ്പാത്രം തുറന്ന് 2 കുത്തു വെണ്ണയുമെടുത്ത് വിഴുങ്ങി. നന്ദഗോപർ കൊടുത്തയച്ച മഞ്ഞപ്പട്ടെടുത്തുടുത്ത് കുടുകുടേ ചിരിച്ചു. ഗോപബാലന്മാരുടെ മാലകൾ എടുത്ത് ശിരസിൽ ചൂടി. ഗോപന്മാർ കൊടുത്തയച്ച മധുര പലഹാരങ്ങൾ കുറേ എടുത്ത് ഇതുവരെ ഭക്ഷണം കാണാത്തതുപോലെ ആർത്തിയോടുകൂടി ഭക്ഷിച്ചു. ഉദ്ധവർ അതെല്ലാം നോക്കിക്കണ്ട്, ഭഗവാനെ, നിന്റെ മായാലീലകൾ അത്ഭുതകരം തന്നെ എന്ന് മനസ്സിൽ ചിന്തിച്ച് രോമഹർഷം പൂണ്ടു. ഹരേ കൃഷ്ണ. എത്ര മനോഹരമായ ഭാഗമാണ് ഭാഗവതത്തിലെ ഈ ഭാഗം. ഭഗവാനോടുള്ള സ്നേഹം, ഗോപസ്ത്രീകൾക്ക് ഭഗവാനോടുള്ള എന്തൊരു സ്നേഹമാണ്! എങ്ങനെയാണ് അതിനെ വർണ്ണിക്കുവാൻ സാധിക്കുന്നത്? അച്ഛനും അമ്മയും തങ്ങൾ ഇതുവരെ 10 വയസ്സ് വരെ തങ്ങളുടെ പൊന്നോമന മകനാണ് എന്ന് കരുതി വളർത്തിയ ആ മകനെ നഷ്ടപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ വേദന, ഈ കാര്യങ്ങളൊക്കെ ഈ കഥ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നു. ഭഗവാൻ അവരോടുള്ള സ്നേഹം എത്ര വലുതാണ്! എല്ലാവരും ഈ ഭാഗങ്ങളൊക്കെ മനസ്സിൽ കണ്ട് ആനന്ദിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ദിവസവും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. എല്ലാവരും നാമം ജപിക്കണം. ഹരേ കൃഷ്ണ.